ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള പലഹാരം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 3 ചേരുവ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് 2 നേന്ത്രപ്പഴം കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പഴുത്ത പഴമായാലും പഴുപ്പ് കുറഞ്ഞ പഴമായാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അടിച്ചെടുക്കുന്ന സമയത്ത് 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം തന്നെ എടുക്കണമെന്നില്ല, ഏത് പഴം വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതാ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് ഇത് കുറുകി കട്ടയായിട്ട് നിൽക്കും. നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആയിട്ട് വരും, ഒരു കട്ടയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അപ്പോൾ നന്നായി കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സിയിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പോളം വെള്ളമാണ് ഞാൻ വീണ്ടും ഒഴിച്ചത്. അപ്പോൾ ഇത് നല്ലോണം കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കണം. മിക്സായിട്ട് നല്ലോണം യോജിച്ച് വന്നാൽ മാത്രമേ നമ്മളിനി ഫ്ലെയിം ഓൺ ആക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ആക്കി കിട്ടണം. നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. പിന്നെ ഇത് നല്ല സാവധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ആ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു സ്മെല്ല് മാറില്ല. ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഈ കൂട്ടിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കണം. അതുകൊണ്ട് നല്ല സാവധാനത്തിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തത്. അപ്പോൾ ആ കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ശർക്കര ചീകിയതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കരയാണിത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ശർക്കര ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം ഞാനിതാ ഫ്ലെയിം ഓണാക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാന്ന്, നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ കുറച്ച് കോൺഫ്ലോർ മിക്സാക്കി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് മിക്സാക്കി എടുത്തതാണിത്. അപ്പോൾ ഇത് മുമ്പേ റെഡിയാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ശർക്കരയും പഴവും നന്നായി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും ഒരു 10 മിനിറ്റോളം ഞാനിതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മളിത് കഴിയുന്നത്രയും ടൈം ഇതുപോലെ സ്ലോ കുക്ക് ചെയ്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു പഴത്തിൻ്റെ ഒരു കളർ മാറണം, നല്ലൊരു മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുന്ന വിധത്തിൽ നമ്മളിതുപോലെ ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റേജ് വരെ നല്ലോണം കുറുകി വരുന്നവരെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ആണ് ഒഴിച്ചത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഇനി കട്ടയായിട്ട് വരും. അപ്പോൾ പാനിൽ നിന്നെല്ലാം ഇങ്ങനെ ഒലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള അത്രയും വരെ നമുക്കതിനെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിലുള്ള ആ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. പിന്നെ ഇതാ ഞാൻ 1/2 ടീസ്പൂണോളം നെയ്യ് വീണ്ടും ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് വരെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ കുറുകിയിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹൽവ പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ സെറ്റാക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് ലെവലാക്കി എടുക്കണം. നല്ല ഷേപ്പായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ചൂടോട് കൂടി കട്ട് ചെയ്താൽ അതിനൊരു ഷേപ്പ് ഉണ്ടാവില്ല.
അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്തതാണ്. നമ്മളിത് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴം ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പഴം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.